ആരോഗ്യമേഖലയ്ക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ച പണം ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിന്റെ ദൂർത്ത്. ഇടത് സർക്കാരിന്റെ ആരോഗ്യ നേട്ടങ്ങളുടെ പ്രചാരണമാണ് കേന്ദ്ര ചെലവിൽ നടത്തുന്നത്. 15ാം ധനകാര്യ കമ്മീഷൻ ആരോഗ്യമേഖലയ്ക്ക് നൽകിയ പണമാണ് പിണറായി സർക്കാർ ഇത്തരത്തിൽ ദൂർത്തടിക്കുന്നത്. ആരോഗ്യ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് ആരോഗ്യ പ്രവർത്തനത്തിനെന്ന വ്യാജ പേരിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ നേട്ടങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ധൂർത്ത്. ഒരു മാസം നീളുന്ന പ്രചാരണം ഫെബ്രുവരി മുതൽ മാർച്ച് ആദ്യവാരം വരെ നടക്കുകയാണ്. തുടർച്ചയായി ആരോഗ്യ മേഖലയിൽ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിനെയെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് സർക്കാരിന്റെ തട്ടിപ്പ് പ്രചാരണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതു സർക്കാരിന്റെ 10 വർഷത്തെ ആരോഗ്യ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആരോഗ്യ വകുപ്പ് നടത്തുന്ന പ്രചാരണം കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് വകമാറ്റിയാണ്. 15ാം ധനകാര്യ കമ്മീഷൻ ആരോഗ്യ വകുപ്പിനായി നൽകുന്ന ഹെൽത്ത് ഗ്രാന്റ് സ്കീം 4 ഫണ്ടിൽ നിന്നാണ് പ്രചാരണത്തിന്റെ മുഴുവൻ ചെലവും വഹിക്കുന്നത്. കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാനത്തെ ഓരോ ബ്ലോക്ക് പരിധിയിലും 2-3 ദിവസം പ്രചാരണത്തിനായി ആരോഗ്യ വണ്ടി എത്തും. ഇതിൽ സജ്ജമാക്കിയിട്ടുള്ള LED സ്ക്രീനിലൂടെയും അനൗൺസ്മെന്റിലൂടെയുമാണ് നാടാകെ പ്രചാരണം നടത്തുക. കഴിഞ്ഞ 10 വർഷത്തെ ആരോഗ്യ നേട്ടങ്ങൾ എന്ന പേരിൽ എല്ലാ ജില്ലകളിലും വികസന രേഖ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതും സംസ്ഥാന നേട്ടത്തിനൊപ്പം അവതരിപ്പിക്കുകയാണ്. സർക്കാർ ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്ന് പോലുമില്ലാതെ രോഗികൾ ബുദ്ധിമുട്ടുന്ന സമയത്താണ് സർക്കാരിന്റെ തട്ടിപ്പ് പ്രചാരണം. അതും കേന്ദ്ര സർക്കാർ ആരോഗ്യ മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടി അനുവദിച്ച പണം ഉപയോഗിച്ച്. ആരോഗ്യ മേഖലയിലെ പദ്ധതികളെ കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം നൽകാനാണ് പ്രചാരണമെന്ന് ആരോഗ്യവകുപ്പിന്റെ അവകാശവാദം. എന്നാൽ 10 വർഷത്തെ മാത്രം നേട്ടം പറയുന്നതിൽ നിന്ന് 3ാം ഇടത് ഭരണം ലക്ഷ്യമിട്ടുള്ളതാണ് പ്രചാരണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ നിന്ന് വ്യക്തം. കേന്ദ്ര ഹെൽത്ത് ഗ്രാന്റ് തടസ്സപ്പെടാത്ത രീതിയിൽ മറ്റ് ആരോഗ്യ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുത്തി പ്രചാരണം കൊഴുപ്പിക്കാനാണ് ആരോഗ്യ വകുപ്പിന്റെ ശ്രമം. ആരോഗ്യമേള, പകർച്ചേതര വ്യാധികളുടെ സ്ക്രീനിങ്, ന്യൂട്രീഷൻ കൗൺസിലിംഗ്, പോഷകാഹാരത്തിന്റെ പ്രാധാന്യവും പ്രാദേശിക ഭക്ഷണ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഹെൽത്തി കുക്കിങ്ങും ഉൾപ്പെടുത്തിയുള്ള അവബോധം, ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർ തയ്യാറാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, ആരോഗ്യ മത്സരങ്ങൾ തുടങ്ങിയവയും പ്രചാരണ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുജനങ്ങൾ ധാരാളമായി എത്തുന്ന ഇടങ്ങളാണ് പ്രചാരണത്തിനായി കണ്ടെത്തിയിട്ടുള്ളത്. ബസ് സ്റ്റാൻഡുകൾ, മാർക്കറ്റുകൾ, ഉത്സവ പറമ്പുകൾ, റെയിൽവേ സ്റ്റേഷൻ, കളക്ടറേറ്റ്, കോളേജുകൾ തുടങ്ങിയ ഇടങ്ങളിലായിരിക്കും ഈ പ്രചാരണം നടക്കുക. ജനം, തൃശൂർ.